എന്ത് സാധനം എന്റെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നേ. കുഴപ്പമൊന്നുമില്ല. ഇപ്പം സെഷൻ കഴിഞ്ഞ് മറ്റു സാധനങ്ങളുടെ സെഷനായി. കണ്ടോ, നമ്മൾ പോകുന്ന വഴി തെറ്റാട്ടോ. നമ്മൾ ഫോണിലെടുക്കുന്ന ഫോട്ടോകൾ HD ക്ലാരിറ്റിയിൽ ഫ്രെയിം ചെയ്തെടുക്കുന്നത് കാണാറുണ്ട്. അല്ല, ഇപ്പം നമ്മൾ ഇന്നിവിടെ ഒരു കോട്ടൺ ഫാബ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ് ഉണ്ട്. അത് കാണാൻ പോവാണ് ഞാനും അമ്മയും. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഇതിപ്പോ എന്ത് ഫെസ്റ്റ് അമ്മ? എല്ലാ വർഷവും ഉണ്ടാവും ഈ കോട്ടൺ ഫാബ് വന്നിട്ട്. ഞാനിതുവരെ പോയിട്ടില്ല. ഞാനും ഇതുവരെ പോയിട്ടില്ല. നമ്മളെപ്പോഴും വനിതാ ഉത്സവത്തിനല്ലേ പോവാറ്? യെസ്. ഇപ്പൊ ഈ ഫെസ്റ്റിൽ എന്താ എന്താ വനിതാ ഉത്സവം തന്നെയാണോ? വനിതാ ഉത്സവം പോലെ നല്ല കോട്ടൺ ഐറ്റംസ് കൂടുതൽ കാണും. അത് തന്നെ. തുണിയോ? അതായിരിക്കും. പിന്നെ വേറെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ. എവിടെ ഈ ഫെസ്റ്റ് നടക്കുന്നത്? സ്റ്റേഡിയത്തിലാണ്. കല്ലൂർ സ്റ്റേഡിയത്തിലോ? എപ്പോഴും എല്ലാ ഫെസ്റ്റും കല്ലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് അല്ലേ? മറൈൻ ഡ്രൈവിലൊക്കെ കാണും. കഴിഞ്ഞ പ്രാവശ്യം മറൈൻ ഡ്രൈവിലായിരുന്നു എന്ന് തോന്നുന്നു. പനമ്പള്ളി നഗറിൽ ഇപ്പൊ എന്തോ ഫെസ്റ്റ് ഉണ്ടല്ലോ. അവിടെ എന്താന്ന് എനിക്ക് അത് എന്താന്ന് എനിക്കറിയില്ല ശരിക്കും. അതെന്നെ കേട്ട് എന്നോട് പറഞ്ഞു, മറന്നു. ആര് പറയാനാണ് ആളില്ലാത്ത. ആനിവേഴ്സറി സെയിൽ ഇവിടെയോ? 70%. ഇതൊക്കെ വെറുതെ അല്ലേ? നമ്മൾ ഇന്നലെ പോയിട്ട് കണ്ടില്ലേ? ഇന്നലെ ശരിക്കും വില ഇട്ടിട്ടില്ല, അറിയത്തില്ല. നമ്മൾ വില അടുക്കാൻ പറ്റത്തുണ്ടാവില്ല. വില ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പോയിട്ട് ചുമ്മാ നോക്കിയതല്ലേ. എന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ? ഈ 50% ഓഫ് എന്നൊക്കെ പറയുമ്പോൾ അവർ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ടുള്ളൂ. അവര് പറഞ്ഞില്ലേ അമ്മയോട്? കുഞ്ഞു സാധനങ്ങള് മാത്രല്ല, പിന്നെ സ്റ്റോക്ക് ഇതുണ്ടാവുമല്ലോ. ഇത് പോയത് ഔട്ടായത് എന്താ പറയുന്നത്? ഔട്ട് ഓഫ് ഫാഷനോ? പുതിയ സാധനം എന്താ? സ്റ്റോക്ക് ഔട്ട് അല്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക്. സ്റ്റോക്ക് ഔട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഒക്കെ ഒന്നല്ലേ? അതായത് കഴിഞ്ഞ ഇനിയും വിറ്റ് പോകാനുള്ള സാധനമാണ്. അതായത് പുതിയ മോഡൽ വരുമ്പോ പഴയത് ഇരുന്ന് പോവില്ലേ? അതിനെന്തായിരുന്നു പറയുന്നത്? പറഞ്ഞല്ലോ പെട്ടെന്ന്. ഞാനും ഓർക്കുന്നില്ല. നമ്മൾ ഇന്നലെ പോയപ്പോ ഒരു കാര്യമായിട്ടുള്ള വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തില്ല. നമുക്ക് ഫീൽ ചെയ്തായിരുന്നു? അവര് പറഞ്ഞല്ലോ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് അതിന്റെ വിലയൊക്കെ അറിയത്തുള്ളൂ. ഇന്നത്തെ വിലയല്ലേ നമ്മളോട് ഇന്നലെ പറഞ്ഞത്? അവരൊരു ഏകദേശ കണക്ക് വെച്ച് പറഞ്ഞതാണ്. അങ്ങനെ ആയിരിക്കാം എന്ന്. അവർക്ക് കറക്റ്റ് അവർക്ക് ഇത് വന്നിട്ടില്ലെന്നാ പറഞ്ഞത്. ഏതൊക്കെ സാധനത്തിന് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അവരിട്ടേക്കുന്ന കണക്കിനാണ് 10% വെച്ചൊക്കെ ഇട്ടിട്ടുള്ളൂ. ഇപ്പം ആമസോണിലുണ്ട് ഇപ്പം എന്തോ സെയിൽ നടക്കുന്നുണ്ട്. എന്താ സെയിലത്? അത്യാവശ്യം വെയിലുള്ളൊരു കാലാവസ്ഥയല്ലേ? ഇന്നലത്തെ കാലാവസ്ഥ ഒരു സുഖമില്ലാത്ത കാലാവസ്ഥ, മഴയോടും. സത്യം. നല്ല എന്തായിരുന്നു മഴ? ഇന്നലത്തെ കാലാവസ്ഥയായിട്ട് യാതൊരു ഇതും ഇല്ലാത്തൊരു എന്തോ ഇല്ലാത്തൊരു കാലാവസ്ഥ. ഇന്ന് വെയില. ഹോട്ടലിലെ പേര് ഇഞ്ചിയോ? ഹോട്ടൽ ഇഞ്ചിന്ന്. അങ്ങനെ ഹോട്ടലുണ്ടോ? ഹോട്ടൽ ഇഞ്ചി എന്തൊക്കെയല്ലേ? അപ്പൊ നമ്മളിവിടെ കോട്ടൺ ഫാബിന്റെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ സാധാരണ ഇതിൽ നമ്മൾ വഴിയരികിലൊക്കെയാണ് പാർക്ക് ചെയ്യാറ്. ഇന്നിപ്പോ ഇവിടെ പാർക്കിലാണ് കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നത്. 40 രൂപ ഫീ അല്ലേ അമ്മ? നമ്മൾ സാധാരണ വഴിയരികിലല്ലേ പാർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇന്ന് പാൻ പാർക്കിൽ കയറ്റി പാർക്ക് ചെയ്യാറുണ്ടല്ലോ. ഇവിടെ നമ്മൾ ഇതിന് വരുമ്പോഴോ എക്സിബിഷന് വരുമ്പോഴോ ചിലപ്പോ പാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ താങ്ക്സ് ഫോർ യുവർ വിസിറ്റ്, പ്ലീസ് കം അഗൈൻ. നമ്മൾ എക്സിറ്റിലാണോ വന്നേക്കുന്നത്? ഡാർലിംഗ്, ഇത് എക്സിറ്റ് ഡാർലിംഗ്. അപ്പൊ നമ്മള് വരുമ്പോ ഈ വഴി വന്നിറങ്ങും. ഇതുവഴി വന്നിറങ്ങും.
വഴിയരികി വേണം ഇടാൻ. ചിലപ്പം എല്ലാ കഷ്ടകാലത്തിന് പോലീസ് എങ്ങാനും വന്ന ഇങ്ങനെ വിടും ഇങ്ങോട്ട്. പോലീസങ്ങളും വന്ന വല്ല എന്തേലും ഫൈൻ വന്നാലോ എന്ന് ഓർക്കും. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. നമ്മളിനിയിപ്പോ എൻട്രൻസിലേക്ക് പോകണം. ഇങ്ങനെ നീണ്ടു കിടക്കുമല്ലേ? ഇതിപ്പോ ഇങ്ങനെ നീണ്ടെടുക്കാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല. അകത്തു ഇത് നല്ല സ്പേസ് ഉണ്ടാവും, കുറെ നടക്കാനുണ്ടാവും. അകത്ത് കയറി എങ്ങനെയും 2-3 മണിക്കൂർ പോക്കാം അല്ലേ? കുറഞ്ഞത് 2-3 മണിക്കൂർ പോകില്ലേ? അത്രയ്ക്കൊന്നും കാണാനില്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകണം. അപ്പൊ ഇത് എവിടെ ഏത് മൂലയ്ക്ക് പോകണം വരെ ഇതുവരെ എൻട്രൻസ് ആയിട്ടില്ലടേ. ആയി തോന്നട്ടോ. ഇല്ല, ഇതാ ഇപ്പോൾ ഇതുണ്ട്. കിട്ടും കിട്ടും. കമ്പനിയിൽ ഇടാനേ ഫോട്ടോ എടുത്ത ചെടി കൊണ്ടാണോ തുടക്കം? സാധാരണ ചെടി ലാസ്റ്റ് ആണല്ലോ ഉണ്ടാവാറ്. അല്ല, നമുക്ക് വഴിമാറി പോയിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ വെൽക്കം എന്ന് എഴുതി വെച്ചേക്കാം. ഇതെന്താ എന്താ ഇതൊക്കെ സെറാമിക്കിന്റെ നോക്കട്ടെ. ഫീ ഇല്ല. ഫീ കൊടുക്കണോ? ഫീ കൊടുക്കണ്ട, ചോദിച്ചു. ഫ്രീ ആണോ അപ്പൊ എൻട്രി? തട്ടല്ലേ ഉണ്ണി? നീ അവിടെ നിക്കുവാണോ? നോക്കിട്ടോ. കിട്ടിയോ? ഞാൻ എടുത്തില്ലടാ. എന്താ റേറ്റ് അധികം. ഫ്ലിപ്കാർട്ടിലൊക്കെ ആയാലും വില കുറവായില്ലേ? എന്തുവാ അമ്മ നോക്കി? എന്താ ചെറിയ ഇങ്ങനെ ബൗളുകളൊക്കെ ഇല്ലേ, ബൗള് സ്പൂണിന്റെ ഇതൊക്കെ നോക്കുമ്പോ അതിനൊക്കെ റേറ്റ് അധികം. എത്ര? നല്ല റേറ്റാ? വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അതിന് അവിടെ 205 ഉള്ളിടത്ത് ഇവിടെ 350 ഒക്കെയാ പറയുന്നത്. അത്ര വില കൊടുത്ത് മേടിക്കും. അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. ഇതൊക്കെ എന്താ? മിഠ, രാജസ്ഥാൻ മിഠായി. തിന്നാൻ പറ്റുമോ? എന്താ തീരുന്ന ഇഷ്ടപ്പെട്ടോ? ഡിഷറിയാണോ? ചെറിയൊക്കെ ഉണ്ടോ? ഇവിടെ ഇവിടെ അച്ചാറുണ്ട് പോലെ. അച്ചാറിന്റെ മണം വരുന്നുണ്ടല്ലോ. പല്ലി പോവോ? വെറുതെ ആയിരിക്കും. വെറുതെ ആയിരിക്കും, പറയാൻ പറ്റില്ല. ഇതെത്രയാ? ഇതിനെത്രയാ? വേണോ? എടുത്തോ. ഈ കളറല്ലേ അത് ചൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ ഞങ്ങളുടെ സ്റ്റോറിലൊക്കെ വന്നാൽ ഞാൻ നേരെ അങ്ങോട്ട് പോകും, പോയി സ്റ്റോറിൽ. ഇപ്പൊ നമ്മളെയൊക്കെ പ്രായം കഴിഞ്ഞു. പലതരം ടോയ്സ് ഉണ്ടോ? ഓരോ പുതിയ സെറ്റപ്പ്. എ സി അല്ല അല്ലേ? എ സി പൂസിയൊന്നുമല്ല. എന്തൊരു ചൂടാ.
ഇനി AC ആന്ന് ഓർത്തോണ്ടാണ് എൻ്റെ കൂടെ കൂടിയത്. മെറ്റീരിയൽ മെറ്റീരിയൽ ആണോ? ചുരിദാർ മീറ്റർ 250. ഹലോ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒന്നും വേണ്ട. എനിക്കറിയില്ല. കാണുവാന്നുള്ളതേ ഉള്ളു നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ എന്തേ ഇവിടെ പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ സംഭവമൊന്നുമില്ല. ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ. അറിയാൻ വയ്യോ ഞാൻ. നമ്മളിപ്പോ കേറിയതല്ലേ ഉള്ളു. എന്റെ ചുരിദാറിന്റെ വേറെ എന്റെ ഇന്നലെ ഇട്ട ചുരിദാറില്ലേ എന്റെ നമ്മളെ ഇതിലേക്കാ പോകുന്നുണ്ട്. നമ്മൾ വന്നപ്പോ കറക്റ്റ് അല്ലേ? एलिफेंट बढ़िया है। एक सेकंड ഇതെങ്ങനെയൊക്കെയാന്ന് നമുക്ക് തിരിയുന്നില്ല. എല്ലാരും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് നമ്മളെങ്ങോട്ടാ പോണ്ടത്? എനിക്കറിയില്ല. ഞാനും അമ്മേനെ പോലെ ആദ്യമല്ലേ ഇവിടെ വന്നു. എനിക്കൊരു പിടുത്തം കിട്ടുള്ളത് എവിടെ നിന്ന് എങ്ങോട്ട് പോകണം. അല്ലപ്പോ നമ്മൾ ഓപ്പോസിറ്റ് ആണോ പോകുന്നത്? അറിയില്ല, ഒരു പിടുത്തമില്ല. ആണോ? ക്ലിപ്പ് വല്ലതും വേണോ? ക്ലിപ്പ് വല്ലതും വേണോ? ക്ലിപ്പിതാ മാല ഇപ്പൊ വേണ്ട, മാലയും വേണ്ട. ഇപ്പം ഒന്ന് സെഷൻ കഴിഞ്ഞ് മറ്റു സാധനങ്ങളുടെ ഒരു സെഷനായി. കണ്ടോ? നമ്മൾ പോകുന്ന വഴി തെറ്റാട്ടോ. നമ്മള് ഫോണിലെടുക്കുന്ന ഫോട്ടോകൾ HD ക്ലാരിറ്റിയിൽ ഫ്രെയിം ചെയ്തെടുക്കുന്നത് കാണാറുണ്ട്. മൊബൈൽ ഫോട്ടോസ് പ്രിന്റ് എടുത്ത് ഫ്രെയിം ആക്കി തരാട്ടാ. ഫോണിലെ ഫോട്ടോസുകളൊക്കെ പ്രിന്റ് എടുത്ത് HD ക്ലാരിറ്റി ചെയ്തു. പഴയ ഫോട്ടോസുകളുടെ പുതിയതാക്കി തരും. ഫോട്ടോ ഇല്ലേ? ഏതാ ആ ഫോട്ടോ ഇപ്പെടുന്നത്? ഞാൻ അമ്മയ്ക്ക് അയച്ചിട്ടുണ്ടാവണല്ലോ. നമ്മുടെ ചാറ്റിൽ നോക്ക്. അയച്ചേർന്നോ? അപ്പൊ നമ്മുടെ സ്റ്റാൾ വിസിറ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ വനിതാ ഉത്സവനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ കാര്യമായിട്ടുള്ളൊരു ഇതൊന്നുമില്ല. കൂടുതലും കോട്ടൺ തുണികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇവിടെ. മറ്റു വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല. പിന്നെയുള്ളത് ആ ഫോട്ടോ ഫ്രെയിമാണ്. അപ്പോൾ ഇന്ന് ഫോട്ടോ ഫ്രെയിം ഞങ്ങൾ 2 ഫോട്ടോ ഫ്രെയിം ചെയ്തു. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഫോട്ടോ ഫ്രെയിം ചെയ്യണം എന്നുള്ളത്. എപ്പോഴെങ്കിലും നിങ്ങളോട് വരുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് വിസിറ്റ് ചെയ്തോ. നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഫോട്ടോ ചെയ്തു തരും. ആ ഫോട്ടോ ഞങ്ങൾ ചെയ്തത് കാണിച്ചു തരാം. ഇത് പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. നമ്മൾ 2 ഫോട്ടോ ചെയ്തെടുത്തു. ഇത് നമുക്ക് നമ്മുടെ ആ ഷൂറാക്ക് ഉണ്ട്, നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഷൂറാക്കിൽ വെക്കാനാണ് ഈ ഒരു ഫോട്ടോ. ഇത് വന്നിട്ട് ഗ്രാജുവേഷൻ്റെ ഫോട്ടോയാണ്, എൻ്റെ ഗ്രാജുവേഷൻ്റെ ഫോട്ടോയാണ്. അത് നമുക്ക് പിന്നെ ഭിത്തിയിൽ തൂക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ കണ്ടില്ല. അപ്പൊ അമ്മ എന്ത് നോക്കിട്ടമ്മ ഇത്? എവിടെ? കുഴപ്പമൊന്നുമില്ല. അമ്മ എന്ത് സാധനം എന്റെ വെച്ചേക്കുന്നേ? കുഴപ്പമൊന്നുമില്ല. ഇനി ഇരിക്കട്ടെ, കയറി വരുന്നവർക്കൊരു
ആ ഒരു കണക്കിന് നിങ്ങൾക്കൊക്കെ കണ്ണ് കിട്ടിയാലും എനിക്ക് കണ്ണിന് കുളിർമ കിട്ടട്ടെ. അല്ല നിങ്ങൾക്കൊക്കെ കണ്ണ് കിട്ടിയാലും എനിക്ക് കണ്ണ് കിട്ടൂല. അയ്യോ എൻ്റെ അമ്മ പോലെ ഞാൻ ബെൽറ്റ് ഇട്ടിട്ടില്ല. അപ്പൊ ശരി, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.